ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഫേസസ് കാനഡ വെയ്റ്റ്ലെസ് മാറ്റ് ഫിനിഷ് ഫൗണ്ടേഷൻ ആണ്. ഇത് കുറച്ച് ഹൈപ്പുള്ളൊരു പ്രോഡക്റ്റാണ്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടനും കൂടെ അനേബിൾ ചെയ്ത് നമുക്കൊന്ന് നേരെ പ്രോഡക്റ്റിലെ റിവ്യൂയിലോട്ട് പോയാലോ. എൻ്റെ കയ്യിലുള്ളത് 15 മില്ലി ട്യൂബാണ്. വളരെ ക്യൂട്ട് പാക്കേജിംഗ് ആണ്. അത് ഹാൻഡ് ബാഗിലൊക്കെ ക്യാരി ചെയ്യാൻ വളരെ എളുപ്പമാണ്. അവർ പറയുന്നത് പോലെ മാറ്റ് ഫിനിഷാണ്, ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്, നാച്ചുറൽ എക്സ്ട്രാക്റ്റ് ഒക്കെ ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പ്രൈസ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അത് ഞാൻ ഉറപ്പ് തരാം. എൻ്റെ കയ്യിലുള്ളത് 15 ml എന്നല്ലേ പറഞ്ഞത്. അത് ഞാൻ 200 രൂപയ്ക്കാണ് മേടിച്ചത്. ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് ഈസി ആയിട്ട് കിട്ടും. ഞാൻ ഓൺലൈനിൽ നിന്നാണ് മേടിച്ചത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. ഷെയ്ഡ് കുറച്ച് റേഞ്ചസ് ഒക്കെ ഉണ്ട്. ഇന്ത്യൻ സ്കിൻ ടോണിന് കുറച്ച് കഷ്ടമാണ് കിട്ടാൻ, പക്ഷെ നമ്മൾ തപ്പി പിടിച്ചാൽ നമുക്ക് കിട്ടും. എനിക്ക് പെർഫെക്റ്റ് ഷെയ്ഡാണ് കിട്ടിയത് കേട്ടോ. ഇന്ന് നമുക്കിത് അപ്ലൈ ചെയ്ത് നോക്കാം. ഇത് നല്ല ഫുൾ കവറേജ് എനിക്ക് തരുന്നുണ്ട്. നല്ല സ്മൂത്തായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. പാച്ചി ആയിട്ടും കേക്ക് എഫക്റ്റ് ഒന്നും തരുന്നില്ല. സ്പോഞ്ച് വെച്ച് യൂസ് ചെയ്യുന്നതാണ് നമുക്ക് നാച്ചുറൽ ആയിട്ട് തോന്നിക്കാനും, പിന്നെ നമ്മുടെ സ്കിൻ ഏതാണ്, ഫൗണ്ടേഷൻ ലെയർ ആണെന്നൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂല ഈ സ്പോഞ്ച് വെച്ച് യൂസ് ചെയ്യണമെന്നെങ്കിൽ. പക്ഷെ ഞാൻ വന്നിട്ട് കൈ വെച്ച് തന്നെ, എനിക്കതാണ് കംഫർട്ടബിൾ. എനിക്കത് വേറൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല, വൃത്തികേടായിട്ടും തോന്നിയിട്ടില്ല. ഓയിലി സ്കിന്നുകാർ ബ്രഷ് വെച്ച് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ കേട്ടോ, ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. പിന്നെ ഇത് ഹെവി ആയിട്ടൊന്നും ഫേസിൽ തോന്നിക്കത്തില്ല. പിന്നെ എവറി വിയർ ഫൗണ്ടേഷനാണ് ഇത്. ഓഫീസിലായിരുന്നാലും ശരി, നമുക്ക് പെട്ടെന്ന് അമ്പലത്തിലോ അങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് യൂസ് ചെയ്യാൻ പെർഫെക്റ്റ് ആണ്. അതല്ലാതെ ഇത് നമുക്ക് ഒരു പാർട്ടി മേക്കപ്പായിട്ടും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ മോളുടെ നൂലുകെട്ട് ചടങ്ങിനാണ് ഇത് ആദ്യമായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. എനിക്കിത് ആദ്യം യൂസിൽ തന്നെ സൂപ്പറായി ഇഷ്ടപ്പെട്ടു. ഞാനിത് പാർട്ടി മേക്കപ്പായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഓഫീസ് മേക്കപ്പായിട്ട് യൂസ് ചെയ്യാറുണ്ട്, അല്ലാതെ കാഷ്വൽ വിയറിനും യൂസ് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഇഷ്ടം പോലെ യൂസ് ചെയ്യാൻ ഇത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷനാണ്. കാരണം ഇത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടെ അല്ലേ, എല്ലാവരും വാങ്ങിച്ച് യൂസ് ചെയ്യുക കേട്ടോ. 3 to 4 hour കഴിഞ്ഞാൽ നന്നായിട്ട് നിൽക്കും. ഒരു 4 to 7 കഴിഞ്ഞാൽ ഓയിലി സ്കിന്നുള്ളവർക്ക് ടീ സോണിലുണ്ടല്ലോ, അവിടെ ഒരു ഷൈൻ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഓയിലി സ്കിന്നുകാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിത് ഇടുവാണെങ്കിൽ ഒരു കോമ്പാക്റ്റ് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഡ്രൈ സ്കിന്നുകാർ മോയ്സ്ചറൈസർ നമ്മൾ നോർമലി ചെയ്യും പോലെ മോയ്സ്ചറൈസർ ഇട്ടിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതിയാവും. ഞാൻ കോമ്പിനേഷൻ സ്കിന്നാണ്, ഞാൻ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഹെവി ആയിട്ടൊന്നും തോന്നത്തില്ല, എന്നാൽ ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്ക് തരാൻ ഇത് സഹായിക്കുന്നുണ്ട് എനിക്ക്. ഇത് വാട്ടർ പ്രൂഫാണ്. പെട്ടെന്ന് നമ്മൾ നല്ല വേർത്ത് പോയാലോ, അല്ല ഞങ്ങൾ മഴയത്ത് പോയിരുന്നാൽ കൂടെ ഇത് നിങ്ങളുടെ ഫേസിന് ഒരു മാറ്റവും വരത്തില്ല. അത്രയ്ക്ക് അടിപൊളി ഫൗണ്ടേഷനാണ്. പിന്നെ ഞാൻ കുറച്ച് പോസിറ്റീവ് സൈഡ് കൂടെ പറഞ്ഞു തരാം. ഇത് നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, ബ്ലെൻഡ് ചെയ്യാൻ നല്ല എളുപ്പമാണ്, നാച്ചുറലായിട്ടുള്ള മാറ്റ് ഫിനിഷ് തരും. ഇതൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഞാനൊന്ന് പറഞ്ഞു തരാം. പിന്നെ ഇത് ട്രാവൽ ഫ്രണ്ട്ലിയാണ്. കാരണം ആ പാക്കേജിങ് കണ്ടല്ലോ, എവിടെയെങ്കിലും ഒരു കുഞ്ഞറയിൽ നമുക്ക് എടുത്തിട്ടിട്ട് സൂപ്പറായി പോകാവുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യൻ സ്കിൻ ടോണിൽ കുറച്ച് തപ്പിപ്പിടിക്കണം, അങ്ങനെ അത് കുറച്ച് നമ്മൾ നോക്കി എടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. അതെനിക്ക് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ഓയിലി സ്കിന്നുകാർ ഇത് മേടിക്കുവാണെങ്കിൽ കൂടെ ഒരു കോമ്പാക്റ്റും കൂടെ മേടിക്കണം. അത് കോമ്പാക്റ്റ് വെച്ച് സെറ്റ് ചെയ്താൽ മാത്രം തന്നെ ഓയിലി സ്കിൻകാർക്ക് അത് സൂപ്പറായിരിക്കത്തുള്ളൂ. അതാണ് എനിക്ക് ഇതിൽ തോന്നിയത്. ബാക്കിയെല്ലാം വെച്ച് നോക്കുമ്പോൾ എനിക്കിത് അടിപൊളിയായിട്ടാണ് തോന്നുന്നത്. സോ ഗായ്സ്, ഇതെൻ്റെ ഹോണസ്റ്റ് റിവ്യൂ ആണ് ഗായ്സ്. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടുണ്ടോ, ഇനി ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുന്നതായിരിക്കും. ബൈ.